നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ ന്യൂട്രീഷൻസ് ഒന്നും നഷ്ടമാകാതെ നമുക്ക് അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പൊതുവെ പച്ചക്കറികൾ കട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസിലുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ നഷ്ടമാകും. അതായത് കട്ട് ചെയ്തതിന് ശേഷം ഈ പച്ചക്കറികളെല്ലാം തന്നെ വായുവുമായി സമ്പർക്കത്തിൽ വരികയും ഓക്സിഡേഷൻ സംഭവിച്ച് അതിനുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നഷ്ടമാവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും തന്നെ കട്ട് ചെയ്ത് ഒരുപാട് നേരം വെക്കരുത്. അതിനു മുൻപ് തന്നെ നമ്മൾ അത് കുക്ക് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കാനാണെങ്കിൽ അത് കഴിക്കുകയോ ചെയ്യുക. ഇത് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസ് ഒന്നും തന്നെ അതിപ്പോൾ പാക്ഡ് ആണെങ്കിലും അല്ലെങ്കിലും പ്രീ കുക്ക് ചെയ്തിട്ടുള്ളതല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന വെജിറ്റബിൾസിൻ്റെ വെള്ളം നഷ്ടമായിട്ടില്ല എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തുക. ഇങ്ങനെ വെജിറ്റബിൾസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ വെള്ളവും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നഷ്ടമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത്തരത്തിലുള്ള വെജിറ്റബിൾസ് നമുക്ക് യാതൊരുവിധ ഗുണങ്ങളും ചെയ്യില്ല. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഔട്ടർ ലെയറിലായിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു പാട പോലെ വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ വെജിറ്റബിൾസിൻ്റെ വെള്ളം നഷ്ടമായി എന്നാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെ വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ വെജിറ്റബിൾസിലുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ ആവശ്യമായ വൈറ്റമിൻസും ഒക്കെ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഒന്നും വാങ്ങാതിരിക്കുക. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രം നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒരു കാരണവശാൽ വാങ്ങാൻ ഇടവരരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് നാൾ ഇരിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 6 ദിവസത്തിൽ കൂടുതൽ കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിൽ യാതൊരുവിധ പോഷകങ്ങളോ അതുപോലെ വൈറ്റമിൻസോ ഒന്നും കാണാൻ സാധ്യതയില്ല. വളരെ കുറവ് മാത്രമായിരിക്കും. സോ ഇത് വാങ്ങിയത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളുമില്ല. ഇനി പച്ചക്കറികൾ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കഴുകാൻ പാടുള്ളതല്ല. കട്ട് ചെയ്തതിന് ശേഷം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിലുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. ഇനി നമ്മൾ പച്ചക്കറികൾ പാകം ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. നമ്മൾ പച്ചക്കറികൾ പാകം ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാകം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് നമ്മുടെ വെജിറ്റബിൾസിലുള്ള ന്യൂട്രിയൻസും അതുപോലെ വൈറ്റമിൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പച്ചക്കറികൾ എപ്പോഴും പാകം ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളിൽ മുഴുവൻ വൈറ്റമിൻസും അതുപോലെ പോഷകങ്ങളും ഒക്കെ അതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ലോക്കലി നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ഡായിട്ട് മറ്റ് കൺട്രികളിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ മറ്റ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതോ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒരുപാട് കാലം ഇരിക്കാൻ, അതായത് ഒരുപാട് ദിവസങ്ങൾ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ഡ്രൈ ആകാനും അതിലുള്ള പോഷകങ്ങളൊക്കെ നഷ്ടമാകാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു ഉറപ്പ് തരാൻ പറ്റില്ല, ആ ഒരു വെജിറ്റബിൾസിൽ കെമിക്കൽസ് ഒന്നും ഇല്ല എന്നുള്ളതും നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. അതുകൊണ്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഏറ്റവും പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് നല്ലത്. ഇനി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കുറച്ചധികം നേരം തന്നെ അത് വാഷ് ചെയ്യുക. എപ്പോഴും നമ്മൾ പച്ചക്കറികൾ മുറിക്കേണ്ടത് ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചിട്ടായിരിക്കണം. ഒരിക്കലും തുരുമ്പ് പിടിച്ചിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാതെ പിന്നെ ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള കത്തികളൊക്കെ വെച്ച് പച്ചക്കറികൾ മുറിക്കരുത്. അത് നമുക്ക് ഒട്ടും നല്ലതായിരിക്കില്ല. ഈ കത്തിയിൽ ഉണ്ടാകുന്ന പലതും നമ്മുടെ വയറ്റിൽ പോകാനും അത് നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും കട്ട് ചെയ്ത വെജിറ്റബിൾസ് വാങ്ങി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ഈ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇനി വാങ്ങി ഉപയോഗിക്കാനേ പറ്റുള്ളൂ, അല്ല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, നിങ്ങൾക്ക് അത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നും കൂടെ പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കൂളായിട്ടുള്ള പ്ലേസിൽ, അതായത് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പുറകിൽ നോക്കി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ
വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം കഴുകിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത സമയത്ത് കഴുകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കെമിക്കൽസോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലോറിൻ വാട്ടർ ആണോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നും കൂടെ ഒന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഈ പ്രീ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ബാക്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാക്കിംഗ് ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ള അവസാന ഡേറ്റും നമ്മൾ മസ്റ്റായിട്ട് നോക്കി വായിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്തതിന് ശേഷമുള്ള 6 days കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. അതിനുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നഷ്ടമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ 6 days അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഇരുന്ന വെജിറ്റബിൾസ് ആണെങ്കിൽ വാങ്ങിക്കാതെ ഇരിക്കുക. ഈ ചീര പോലുള്ള ഇലക്കറികളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഇതിൽ പോഷകങ്ങളോ വൈറ്റമിൻസോ ഒന്നുമില്ലാതെ ഇത് കഴിച്ചിട്ട് യാതൊരുവിധ ഗുണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞിനോ ഉണ്ടാവുകയില്ല. സോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒഴിവാക്കുക. നമ്മൾ കട്ട് ചെയ്യാത്ത വെജിറ്റബിൾസ് വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി അവ വീട്ടിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉടൻ തന്നെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിൽ കൂടുതൽ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തും നമുക്ക് സംരക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.